ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളെ വിക്രമിനെ കാണാതെ ആകെ എല്ലാവരും കൂടെ കറന്ന് ടെൻഷൻ അടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിൽ നമ്മളെ ജോസഫും മറ്റേ അനിയും കൂട്ടനും ഒക്കെ ഉണ്ട്, പുളിക്കൻ്റെ കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ നാലാളും കൂടെ ചർച്ച ചെയ്യണം. അപ്പോൾ എവിടെ പോയി എന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പോൾ കാരണം ശ്രീനി സാറ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞയച്ചിട്ടാണ് വിക്രം വരാത്തതെന്ന് ഇപ്പോൾ എല്ലാവരും വിചാരിക്കും. പക്ഷേ ശ്രീനിവാസൻ സാർ അറിഞ്ഞിട്ടുമില്ല. വിളിച്ചിരുന്നു പക്ഷേ എത്തിയില്ല. അപ്പോഴാണ് ആക്സിഡൻറ്റ് ഉണ്ടാവുന്നതും ഒക്കെ. പക്ഷേ ആക്സിഡൻ്റ് ആയ വിവരം ഇവർക്ക് അറിയില്ല. അപ്പോൾ പുളിക്കൻ പറയുകയാണ്, സാറേ എനിക്കൊരു സംശയമുണ്ട് പറയും. അപ്പോൾ എന്താണെന്ന് ചോദിക്കും. അല്ല, നമ്മൾ അഭിലാഷ് ഇനി എന്തെങ്കിലും ചെയ്തോ? കാരണം നമ്മൾ MLA വീട്ടിൽ കയറിയിട്ട് ആ ഫയൽ എന്ന് പറയുമ്പോഴേക്കും ഇയാൾ ശ്രീനിവാസ സാർ ഇങ്ങനെ നോക്കും. കാരണം മറ്റു രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അല്ല, ആലോചിക്കണ്ടേ, എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആലോചിക്കേണ്ടേ അറിയും. അപ്പോൾ നമ്മുടെ അനിയൻകുട്ടൻ പറയും, ശരിയാണ്, അഭിലാഷ് അവൻ്റെ കുറച്ച് ദിവസമായിട്ട് അവൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ പറയും, ആദ്യം അഭിലാഷ് അവിടെ ഉണ്ട് നോക്ക് എന്ന് പറയാണ് ശ്രീനിവാസൻ സാറ്. അവനെവിടെ പോയി വിളിച്ചാലും അവനെ അവിടെ നിന്ന് പൊക്കണം എന്ന് പറയും. അപ്പോൾ പറയും, അതൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, നമ്മുടെ പിള്ളേരെ അങ്ങോട്ട് വിടണം എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ രാവിലെ മുതൽ എല്ലാവരും അന്വേഷിക്കുകയാണ് വിക്രത്തിനെ, പക്ഷേ എവിടെയാണെന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഇനി അവന് വല്ല അപകടം സംഭവിച്ചോ എന്ന് ചോദിക്കുകയാണ്. ജോസഫിനൊക്കെ ഭയങ്കര പേടിയുണ്ട്. അപ്പോൾ പറയും, പിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും ഇതാക്കാൻ പറ്റില്ല എന്ന് പറയും ശ്രീനിവാസൻ സാറ്. പക്ഷെ വേറെ എന്തോ അതിൽ നടന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോഴേക്ക് നമ്മൾ പുള്ളിക്കുന്നൊരു ഫോൺ വരികയാണ്. ഫോൺ വരുമ്പോൾ ഫോൺ എടുക്കുമ്പോൾ ഹലോ, അതെയോ എന്താ എന്നൊക്കെ ചോദിക്കേണ്ട ആൾ ആകെ ടെൻഷനായിട്ട്. അപ്പോൾ പറയും, ശരി നീ വെച്ചോ, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം എന്ന് പറയാം. അപ്പോൾ എന്താ ചോദിക്കുകയാണ് ശ്രീനിവാസൻ സാർ. അപ്പോൾ പറയും, പിന്നെ നമ്മുടെ വിക്രത്തിൻ്റെ ബൈക്ക് കണ്ടു എന്ന് പറയും. ബൈക്കോ അറിയും, അത് എന്തോ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. പിന്നെ ഹൈവേന്ന് തിരിഞ്ഞൊരു റോഡുണ്ട് അവിടെ, പക്ഷെ അവിടെ CCTV കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആരോ പണി കൊടുത്തതാണെന്ന് അറിയും. ആണോ? ഓ ശരി, നീ പെട്ടെന്ന് അവിടേക്ക് രണ്ടാൾക്കാരെ വിട്ട് ബൈക്ക് എടുപ്പിക്കുക, ബാക്കി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസ സാർ വേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ നന്ദിനി തുണികളിങ്ങനെ മടക്കി വെക്കുന്നുണ്ട്, വെക്കുന്നുണ്ട്. അപ്പോഴേക്കും വിനായകൻ വരികയാണ്. വിനായകൻ കാരണം വിക്രത്തിനെ അന്വേഷിച്ചിട്ടാണ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ എന്തായി, പോയ കാര്യം കണ്ടുപിടിച്ചോ? ഇല്ല, അവൻ പോകുന്നിടത്തൊക്കെ പോയതിന് നിങ്ങളെവിടെ പോയത് എന്ന് പറയും. അവൻ സാധാരണ പോയിരിക്കുന്നിടത്ത് തന്നെ ക്ലബ്ബിൽ, അപ്പോൾ അവിടെയൊന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ പറയും, നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ മനുഷ്യ, അവൻ എവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടാവും, ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നുണ്ടാവും എന്ന് പറയും. അവൻ അങ്ങനെ ചെയ്യാൻ വഴിയില്ല അറിയാം. അപ്പോൾ പറയും, ഇതൊന്ന് മുടങ്ങിയിട്ട് വേണം എനിക്കൊന്ന് സംസാരിക്കാം. അവൾ എന്നോട് പറഞ്ഞു, ഞാൻ തീ കത്തി മരിക്കുന്നതിന് തീ പൊള്ളിക്കും എന്ന് പറഞ്ഞു എന്ന് പറയും. ആര് നമ്മുടെ വേദിക്കുമ്പോൾ നമ്മുടെ വേദിയോ എന്നറിയും. അല്ല പിന്നെ വേദ അങ്ങനെയൊന്നും പറയില്ല, അങ്ങനെ പറഞ്ഞു എന്നാ, എനിക്ക് തീപ്പൊള്ളും എന്ന് പറഞ്ഞു പറയും. അതെന്താ അങ്ങനെ പറഞ്ഞത് എന്നറിയും. അതേ, ഞാൻ അവരുടെ കല്യാണം നടക്കില്ല എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനോടാണ് അങ്ങനെന്നൊക്കെ കുറേ ഇവനോട് പറയുന്നുണ്ട്, വിനായകനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നടക്കാതിരിക്കണം, അതാ വേണ്ടത്, ഇങ്ങനെ പറയണം. അപ്പോഴേക്കും പിന്നെ ആ തള്ള വന്നതാണ് ഇപ്പോൾ ആകെ പ്രശ്നമായതെന്നൊക്കെ അറിയാം. അപ്പോഴേക്കും വിളിക്കും, വിളിക്കണു, പറഞ്ഞ് നാവെടുത്തില്ല, അപ്പോഴേക്കും വിളിക്കണേ, ചെല്ല് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് നമ്മൾ നന്ദിനിയേട്ടിയുടെ കുറേ ഡയലോഗ് അതിൽ വരുന്നുണ്ട്. അപ്പോഴേക്കും ശരി പറഞ്ഞിട്ടാണ് ചെല്ലുകയാണ്. അപ്പോൾ ഉമ്മർത്ത് വേദിയും അമലമ്മയും മുത്തശ്ശിയും കൂടി അച്ചമ്മ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങോട്ട് എന്താ അച്ചമ്മ ചോദിച്ചൊരു ചെല്ലുണ്ട്. അപ്പോൾ പറയും, നീ പോയ കാര്യം എന്തായി വിനായക എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അവിടെയൊക്കെ അന്വേഷിച്ചു, എന്നിട്ടോ എന്ന് പറയും. അവിടെ എവിടെയില്ല, നീ എവിടെ അന്വേഷിച്ചത്? അല്ല, അവൻ സാധാരണ പോയിരിക്കുന്നിടത്ത് തന്നെ പോയത്, പക്ഷെ അവിടെ ഒന്നുമില്ല. ആണോ എന്ന് പറയും. അപ്പോഴേക്കും നന്ദിനി പിന്നാലെ വരികയാണ്. അപ്പോൾ പറയും, വെറുതെ എന്തിനാണ് അന്വേഷിക്കേണ്ടത്, അവൻ ഈ ചടങ്ങ് കഴിയാൻ വേണ്ടി മാറി നിൽക്കാവും, അതൊക്കെ കഴിയുമ്പോൾ അവൻ അങ്ങോട്ട് പറയും, നന്ദിനി നീ ഒന്നും മിണ്ടാതിരിക്കുന്ന പറയും. അപ്പോൾ അറിയാം, അല്ല അച്ഛമ്മ ഞാനൊരു കാര്യം പറയാം, പിന്നെ വേദയോട് പറയും, നീ വെറുതെ കാത്തിരിക്കേണ്ട നന്ദിനി, വേദേ, കാരണം ഇത് അവന് ഒട്ടും താല്പര്യമില്ല. അവൻ ഇതും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരും, ഈ ചടങ്ങ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുക. അവനിപ്പോൾ എന്ത് ചെയ്തു, അവന് ഇഷ്ടമല്ലാത്തൊരു കാര്യം നിർബന്ധിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ, ഒരു പ്രാവശ്യം അവന് മനസ്സോടെ കെട്ടിയ താലിയല്ലേ, അതാണ്ട് ഊരിക്കളഞ്ഞ് ഇവളെ പാട്ടിന് പോവുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അവൻ മാറി നിൽക്കുന്നത് പറയും. അപ്പോൾ പറയും, അപ്പോൾ വേദം അങ്ങനെ നിൽക്കും, പറയും, നന്ദിനി നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ കല്യാണം നടത്താൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനിത് നടത്തും, അവനെ കണ്ടുപിടിക്കുകയും ചെയ്യും, ഞാനത് നടത്തും എന്നിങ്ങനെ പറയും. അപ്പോൾ പറയും, എന്നാൽ പിന്നെ അച്ഛമ്മ ഒരു കാര്യം ചെയ്ത് നേരത്തെ പറയണോട്ടോ, എനിക്ക് എൻ്റെ ഒരു സാരി അയൺ ചെയ്ത് വെക്കാനാണ് കല്യാണത്തിന് കൂടാനേന്ന് പറയും, നിൻ്റെ പാട് നോക്കുമെന്ന് പറഞ്ഞിട്ട് വിടും.
അപ്പോൾ അവളങ്ങനെ കുറേ ഡയലോഗൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞിട്ട് അവളും പോകും. അപ്പോൾ വിനായകനോട് പറയും, എടാ അവൾ പോയടാ, നീയും പോടാ പിന്നാലെ, അല്ലെങ്കിൽ അവൾ പിണങ്ങില്ലേ എന്ന് പറയും. അപ്പോൾ ശരി അച്ഛമ്മ എന്നിട്ട് അവളെ വാലും പിടിച്ചിട്ട് വിനായകനും പോവും. കാരണം വിനായകനെ അവിടെ നിന്ന് മാറ്റിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സംഭാഷണം അയാൾ കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പറയും, മോളൊരു കാര്യം ചെയ്യ്, മോളോട് ഈ കല്യാണം നടക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തതെന്ന് ചോദിക്കും. മോളെ വീട്ടിൽ അങ്ങനെ ആരാ ഉള്ളതൊക്കെ പറയുമ്പോൾ ശ്രീകാന്തേട്ടന് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാൽ മോളൊരു കാര്യം ചെയ്യും, ശ്രീകാന്തിനെ ഒന്ന് വിളിക്കുക എന്ന് പറയും. അപ്പോൾ പറയും, പിന്നെ എന്താണ് എന്നിട്ട് ഞാൻ പറഞ്ഞു തരുന്ന പോലെ നീ പറയണമെന്ന് പറയും. അപ്പോൾ ശരി എന്ന് പറയും. അങ്ങനെ ശ്രീകാന്തിനെ വിളിക്കണം. അപ്പോൾ പറയും, എന്താടി എന്ന് ചോദിക്കും. അപ്പോൾ പറയും, നീ എന്താ ഇപ്പോൾ എന്നെ വിളിച്ചാൽ പറയും, എവിടെ വിക്രം എവിടെ ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത്, പിന്നെ എനിക്കറിയാം നിൻ്റെ വിക്രം എവിടെയെന്നുള്ളത്, ഞാൻ നിൻ്റെ കാര്യത്തിലൊന്നും ഇടപെടാൻ വരില്ലല്ലോ, പിന്നെ എന്തിനാ നീ എന്നോട് ചോദിക്കുന്നത്. എന്നാലും പിന്നെ അന്ന് നിന്നെയും കൂട്ടിയിട്ട് ഹോട്ടൽ റൂമിൽ വന്നിട്ട് നമ്മുടെ കമ്പനിക്കെതിരെ നിന്നെ നിർത്തി സമരം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് പോയതാണ് അവൻ. അപ്പോൾ അതൊന്നും വേദയ്ക്ക് അറിയില്ല. അന്ന് ഒരു ഡീലിന് വേണ്ടിയിട്ട് പിന്നെ വേദേനയും കൊണ്ട് പോയി ഹോട്ടലിൻ്റെ ഗേറ്റിന് വെളിയിൽ നിന്നിട്ട് അവളെ കാണിച്ചിട്ടാണ് അവൻ ആ കാര്യം സാധിച്ചെടുക്കുന്നത്. പക്ഷെ അത് എന്തായിരുന്നു എന്നുള്ളത് വേദയ്ക്കും അറിയില്ല. അപ്പോൾ അറിയും, അന്ന് ഞാൻ അവൻ്റെ കാര്യം വിട്ടത്, പക്ഷേ നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിൻ്റെ ആരും പോകണ്ട, വർഷം എടുത്തിനെങ്കിലും നിനക്ക് വർഷമെങ്കിലും തന്നെ വിളിക്കായിരുന്നില്ല. വർഷയ്ക്ക് നല്ല വിഷമമുണ്ട് നീ വിളിക്കാത്തതിന്. ഇനിയിപ്പോൾ അവൾ അങ്ങോട്ട് വരികയാണെങ്കിലും ഞാൻ തടുക്കില്ലായിരുന്നു. ഇത്രയ്ക്ക് ആയ സ്ഥിതിക്ക് നീ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇയാൾ മുൻകൂട്ടി ഇങ്ങോട്ട് ചാടി പറയുകയാണ് ശ്രീകാന്ത്. എന്നെ ഫോൺ വെക്കുന്നുണ്ട്. അപ്പോൾ പറയും, ഇതിപ്പോൾ മാറ്റി നിന്നോ. അപ്പോൾ അല്ലെങ്കിൽ നീ ശ്രീനിവാസനോട് നോക്കിയത്, അയാളെ കൂടെയല്ലേ നടക്കുന്നത്, അയാളോടൊന്ന് ചോദിക്കുക, അയാൾ വല്ല കൊട്ടേഷനും കൊടുത്തിട്ട് എവിടെയെങ്കിലും അടി വാങ്ങി കിടക്കണ്ടാവും എന്ന് അന്വേഷിച്ച് നോക്കുമെന്ന് പറയും. അപ്പോഴേക്കും കമലമ്മയ്ക്ക് പേടിയാവുകയാണ്. അപ്പോൾ പറഞ്ഞു, അയ്യോ എന്ന് പറയുക. പറയേ നീ ഒന്ന് വെറുതെ ഇരിക്കുക കമലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും, പിന്നെ അല്ലെങ്കിൽ മാറി നിൽക്കുക. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോൾ പറയും, ഇതൊന്നല്ല വിക്രം മാറി നിൽക്കാമെന്ന് പറയും. അപ്പോൾ പറയും, ഇത് ഞാൻ ഇങ്ങോട്ട് വന്ന ആ കാലം തൊട്ട് അന്ന് തൊട്ട് വിക്രമിന് ഒരു മാറ്റവും വന്നിട്ടില്ല ഈ ഒരു കാര്യത്തിൽ. ഇപ്പോൾ ഇനി ഇവളെ സ്നേഹിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇനിയിപ്പോൾ മാറി നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ പറയും, അങ്ങനെ മാറി നിൽക്കില്ല. ഒന്നാമത് നമ്മൾ പറഞ്ഞ എല്ലാ ചടങ്ങുകളും അവൻ ചെയ്തതാണ്. കല്യാണ താലികെട്ട് മാലയിടാൻ പറഞ്ഞതും എല്ലാം അവൻ ചെയ്തു. പക്ഷേ അങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യം അവനില്ല. പക്ഷേ ഇനി മോന് വല്ല അപകടം പറ്റിയതാണോ എന്നുള്ളൊരു പേടി. അപ്പോൾ കമലമ്മയ്ക്ക് ആകെപ്പാട് ടെൻഷൻ, എന്തൊക്കെയാണ് കേൾക്കുന്നത്, ആകെപ്പാട് ടെൻഷനാവുകയാണ്. അപ്പോൾ പറയും, ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യും, പിന്നെ ഇപ്പോൾ വേറെ ആരാ ഉള്ളത്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ വേദ ഫോൺ നോക്കിയിട്ട്, അമ്മ നോക്കമ്മേ, ജീന ഇന്നലെ രാത്രി ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടല്ലോ എന്നറിയും. മോള് ഫ്ലൈറ്റ് മോഡിലിട്ടുകൊണ്ട് ഇത് കോള് കണ്ടില്ല, ഞാനിത് നോക്കിയിട്ടുമില്ല, എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് അറിയും. അപ്പോൾ പറയും, ജീനയോ നോക്കിയും, എന്നാൽ ജീനയൊന്ന് വിളിക്കുകയെന്ന് പറയും അച്ചമ്മ. അതിന് ജീനേനെ വിളിക്കുകയാണ് കേട്ടോ. ജീനേനെ വിളിക്കുന്ന സമയത്ത് ജീന ഫോൺ എടുക്കില്ല, ആദ്യം ഫോൺ കട്ട് ചെയ്യും. അപ്പോൾ അവൾ പാർക്കിൽ നിൽക്കുകയാണ്, മറ്റേ ഓട്ടോ പാർക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെയും വിളിക്കുമ്പോൾ എടുക്കുമ്പോൾ, എന്താ വേദയെന്ന് ചോദിക്കുക. പറയും, നീ എന്തിനാ എന്നെ വിളിച്ചത് ചോദിക്കട്ടോ. ഞാൻ വിളിച്ചില്ലല്ലോ. അങ്ങനെയല്ലല്ലോ, നീ എന്നെ ഒരു വട്ടം വിളിച്ചാൽ വെച്ചാൽ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലോ, അതാ നേരത്തെ. ഇത് 3-4 വട്ടം വിളിച്ചിട്ടുണ്ടല്ലോ, എന്ത് പറ്റി, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല, രാധോട് ചോദിച്ചു നോക്കുമെന്ന് പറയും. രാധോടോ നോക്കും, അതെ രാധയെ വിളിക്കുകയെന്ന് പറയും. ശരിയെന്ന് പറയും കേട്ടോ. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുക. അപ്പോൾ എന്താ അവൾ പറഞ്ഞു വയ്ക്കുമ്പോൾ, രാധയെ വിളിക്കാനാണ് പറഞ്ഞത് പറയും. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, വിക്രമനൊരു മാറ്റം വരും, നിങ്ങൾ ശിവനും പാർവതിയും പോലെ ഇവിടെ കഴിയും, അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതൊക്കെ മുത്തശ്ശി ഇങ്ങനെ അവൾക്ക് ഒരു ഇത് കൊടുക്കുന്നുണ്ട്, കാരണം ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട് നമ്മളുടെ വേദയ്ക്ക്. അപ്പോൾ പറയും, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എല്ലാം ശരിയാവും എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കണം, അച്ചമ്മ പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ. അവിടുന്ന് പിന്നെ സോറി കേട്ടോ, തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നം. അവിടുന്ന് പിന്നെ രാധയെ വിളിക്കുക, നീ രാധയെ വിളിക്കുക പറയും. അങ്ങനെ രാധയെ വിളിക്കും. രാധ അവളെ ഫോൺ വേതാളം എന്ന് പറഞ്ഞിട്ടാണ് അവളും പാവം ഇതിൻ്റെ പേര് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ പറയും, വിളിക്കുമ്പോൾ അവൾ പെട്ടെന്ന് ഫോണോണ്ട് ഓഫാക്കുക, പിന്നെയും വിളിക്കുമ്പോൾ ഫോൺ ഓഫാണ്. അപ്പോൾ ആണോ, ഇനിയിപ്പോൾ വേറെ ഒന്നും നോക്കാനില്ല, അങ്ങോട്ട് പോകാൻ പറയും. മോളെ നീ പെട്ടെന്ന് പോയി റെഡി ചെയ്യുക, കമലേ ഞാനും പോയിട്ട് വരാം. ഇനിയാണ് അച്ചമ്മയുടെ ആക്ഷൻ. അച്ചമ്മ ഇറങ്ങുകയാണ്. നീ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് പോകും, നമുക്കൊരിടം വരെ പോകണമെന്ന് അറിയണം അച്ചമ്മ. അങ്ങനെ അച്ചമ്മയും ഇതും കൂടി പോകാനും അതിൻ്റെ ഇടയ്ക്ക് രാധ വിക്രമിനുള്ള ഭക്ഷണമായിട്ട് വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോഴൊക്കെ ഒരു അയ്യപ്പനെ അങ്ങോട്ട് വരികയാണ്. പിന്നെ മറ്റേ എന്താണ് വേദയുടെ അമ്മയുടെ പേര് മറന്നുപോയി, ആ പേരും വിളിച്ചിട്ടാണ് വരുന്നത്. അവൾക്ക് നീ അങ്ങോട്ട് അടി പോകുന്നത് വയ്ക്കും. അപ്പോൾ
വേദയുടെ അമ്മയുടെ അല്ല കേട്ടോ, രാധയുടെ അമ്മയുടെ പേര്. ഇപ്പോൾ അമ്മ എവിടെ ഇടി വയ്ക്കും, അപ്പോൾ അമ്മ തൊഴിലുറപ്പിന് പോയിട്ടുണ്ടാവും. നീ എവിടേക്കാണ് പോകണത് നിൽക്കും. ഞാൻ നിൽക്കുമ്പോൾ നീ ഇന്നലെ രാത്രി മുഴുവൻ എവിടെയായിരുന്നു, എനിക്കിപ്പോൾ അറിയണം, നീ എങ്ങോട്ടാ പോയെന്ന് വയ്ക്കാം. അപ്പോൾ അത് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റൽ കേസ് ആരോ ഹോസ്പിറ്റലിൽ പറയും. അത് നമ്മുടെ ജീനയല്ലേ, ജീനയ്ക്ക് എന്ത് പറ്റി എന്ന് വയ്ക്കും. അവൾക്ക് ഇന്നലെ അവളെ ഓട്ടോ ഒന്ന് തട്ടി, അപ്പോൾ അവളെ ഹോസ്പിറ്റലിലാക്കിയിരിക്കുകയെന്ന് പറയും. ഇതെന്താ നിൻ്റെ കയ്യിലേക്കോ, അത് ഭക്ഷണമാണ് അവൾക്കുള്ളത്. ഓ അത് ശരിയാണെന്ന് വേഗം കൊണ്ടുകൊടുക്കുക, ആരോഗ്യമില്ലാത്ത കൊച്ച, അതിന് വേഗം കൊണ്ടുകൊടുക്കുക, അവൾക്ക് വേണ്ട എന്താ വെച്ചാൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇയാൾ അങ്ങനെ അകത്തേക്കും പോവും. ശരി അച്ഛന്നാൽ ഞാൻ പോയിട്ട് വരാമെന്ന് രാധ പറഞ്ഞിട്ട് നേരെ വന്ന് ഓട്ടോയിൽ കയറിയാണ്. ഓട്ടോ എടുക്കുന്ന സമയത്താണ് നമ്മളെ ജീന ഓട്ടോയും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് ജീനയെ കാണുമ്പോൾ രാധ ആകെ ഞെട്ടുകയാണ്. ജീന ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ ആകെ ഇങ്ങോട്ട് ഞെട്ടുകയാണ്. അപ്പോഴേക്കും അയ്യപ്പൻ തിരിച്ചും കിടന്നെ വരും. അപ്പോൾ നീയല്ലേ പറഞ്ഞ ജീന ഹോസ്പിറ്റലിൽ ഇതാ പറഞ്ഞു, ജീന എന്ന് പറയും. അപ്പോൾ പറയും, അപ്പോൾ നീ ഹോസ്പിറ്റലാന്ന് പറഞ്ഞിട്ട് അവൾ നിനക്കുള്ള ഭക്ഷണം കൊണ്ട് വരുന്നത്, പിന്നെ ആരടി ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞിട്ട് തല്ലാൻ പിടിക്കുമ്പോഴേക്കന്നെ നമ്മളെ അച്ചമ്മ ചെല്ലുക. അപ്പോൾ പറയും അയ്യപ്പ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ വേഗം ചെല്ലും, നീ അവളെ തല്ലരുത് എന്നറിയും. അപ്പോൾ ഇല്ല ഞാൻ തല്ലില്ല, പക്ഷേ ഇവള് കള്ളം പറഞ്ഞു, ഒരു കള്ളം മറിക്ക് 1000 കള്ളം പറയേണ്ടി വരും എന്നറിയാണ് അച്ചമ്മ. അപ്പോൾ ഇയാൾക്ക് മനസ്സിലാവണില്ല. അപ്പോൾ രാധയ്ക്ക് ഏതാണ്ട് കാര്യം ബോധ്യമായി. അതിൽ പറയും, പിന്നെ ഇവൾ ഇന്നലെ രാത്രി നല്ലൊരു കാര്യം, ഒരു ചീത്ത കാര്യം ചെയ്തു എന്നറിയും. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ രാധയ്ക്ക് അറിയാമല്ലോ, അയ്യപ്പനെ അറിയില്ലല്ലോ. അപ്പോൾ എന്തായിരിക്കും, ഇന്നലെ എൻ്റെ കൊച്ചുമോന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, ഇന്നലെ രാത്രി മുഴുവൻ അവളാണ് കാവലിരുന്നത് അവനെ. അപ്പോൾ പിന്നെ അത് വീട്ടിലൊന്നും വിളിച്ച് പറഞ്ഞതുമില്ല, അതൊരു ചീത്ത കാര്യമല്ലേ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നറിയും. എടി നിന്നെ ഞാൻ പറഞ്ഞിട്ട് ഇവൾ ആശുപത്രിയിലാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരാൻ തന്നതാണെന്നറിയും. ഇതാണ് ഇവൾ ചെയ്തത്. അപ്പോൾ പറയുന്നു, ഇന്നലെ എല്ലാവരും എന്തുമാത്രം ടെൻഷനായി, ഇന്ന് ഇത്രയും നേരം എല്ലാവരും ടെൻഷനായി, അത് വിളിച്ച് പറയണ്ടേ, നാളെ ഒരു ചടങ്ങ് നടക്കാൻ പോവാണ് വീട്ടിൽ, അവന് ഇവളെ കഴുത്തിൽ താലി കെട്ടേണ്ടതാണ്, വേദിയുണ്ട് കൂടെ അച്ഛമ്മയുടെ. അപ്പോൾ അത് അറിയാം, എന്നിട്ടും അവനെ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിക്കുകയല്ലേ ചെയ്യേണ്ടത്, അതിന് ഇവളെന്താ ചെയ്തേ എന്ന് പറയും. അങ്ങനെ അവസാനം പറയും എടീ എന്ന് പറഞ്ഞിട്ട് പിന്നെയും തല്ലാൻ പിടിക്കുക. തല്ലൊന്നും വേണ്ട ഇവളെ എന്താ ചെയ്യേണ്ടത് പറഞ്ഞിട്ട് ചെവിക്ക് ഇങ്ങോട്ട് പിടിക്കാൻ അച്ചമ്മ ഇങ്ങോട്ട് പിടിച്ചിട്ട് പറയും, കയറടി ഓട്ടോറിക്ഷയിൽ, നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറയും. അവളെ വണ്ടിയോടെ നിർത്തിയിട്ട് ജീരയുടെ വണ്ടിയിലാണ് കയറുക വണ്ടിയിലെന്ന് പറയും. അങ്ങനെ കയറുക. അപ്പോൾ അയ്യപ്പ ഞാൻ ഇവളെ കൊണ്ടുപോകാം, ഞാൻ നിൻ്റെ മകളെ കൊണ്ടുപോവാണ്, ഞാൻ ഇങ്ങോട്ട് കൊണ്ടാക്കി തരാം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇവളെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ചമ്മ അയ്യപ്പനോട് പറഞ്ഞിട്ട് മകളെയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മളെ വിക്രം എനിക്ക് തലയൊക്കെ നല്ല വേദനയാണ് വിക്രമിന്. അപ്പോൾ വിക്രം ഇങ്ങനെ നീച്ചിങ്ങനെ നടക്കുക, പിന്നെ ഫ്രിഡ്ജ് തുറന്നിട്ട് പിന്നെ വെള്ളം എടുത്ത് കുടിക്കുകയാണ്. പിന്നെ അങ്ങനെ ഇരിക്കും. പിന്നെ ആകെപ്പാടെ ഒന്നാമത് ഫോണില്ല, പിന്നെ ഒരു റൂമിൽ ഒറ്റപ്പെട്ട പോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഹോസ്പിറ്റലിലൊക്കെ ചെറിയ ഷെൽഫുകൾ ഉണ്ടാവുമല്ലോ, നമ്മുടെ പേഴ്സ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ചെറിയ ഷെൽഫുകൾ. അപ്പോൾ വെറുതെ അവനത് തുറക്കുമ്പോൾ കാണാം വിക്രമിൻ്റെ ഫോൺ കാണാം, പിന്നെ ആ ഷെൽഫിനകത്ത്, ആ കുഞ്ഞ് ഷെൽഫിനകത്തിരിക്കുന്നു. അപ്പോൾ അവൻ പെട്ടെന്ന് ഫോൺ എടുക്കുക. അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ തലേ ദിവസം രാത്രി കുറച്ച് നേരത്തെ, അതായത് ഇവള് വീട്ടിലേക്ക് പോയതിൻ്റെ മുന്നേ ഇവൻ്റെ ഫോൺ എവിടെയെന്ന് രാധയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധ പറയും എനിക്കറിയില്ല എന്നറിയും, നീ ഒന്ന് വിളിച്ച് നോക്കറിയാം. അപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഫോണില്ലല്ലോ, അതിനിപ്പോൾ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവും എന്നറിയാം, എന്നാലും നീ എനിക്കൊന്ന് വിളിക്കുകയെന്ന് പറയുന്നുണ്ട് രാധയോട്. അങ്ങനെ രാധയെ കൊണ്ട് വിക്രം ഫോൺ വിളിപ്പിക്കുന്നുണ്ട് അവൻ്റെ നമ്പറിലേക്ക്. നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു. അത് സ്വിച്ച് ഓഫാണ് വിക്രമേട്ടാന്ന് പറയും, അത് ആരുടെങ്കിലും കൈ കിട്ടിയിട്ടുണ്ടാവും എന്ന് പറയും. അപ്പോഴാണ് അവൻ ആലോചിക്കുക ഇവൾ ഈ ഫോൺ മാറ്റി വെച്ചിരിക്കുകയാണ് രാധ. അങ്ങനെ അപ്പോൾ ആ ഫോൺ എടുത്തിട്ട് അവൻ അങ്ങനെ ആലോചിക്കുക. കാരണം അവന് മനസ്സിലായി ഇത് മുടക്കാൻ ഇവള് മുൻകൈ എടുത്ത് ഇറങ്ങുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അങ്ങനെ നിൽക്കുമ്പോഴൊക്കെയാണ് നമ്മളുടെ അച്ഛമ്മേൻ്റെയൊക്കെ എൻട്രി. എന്തായാലും അത് നാളെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പവിത്രം നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. ഓരോ എപ്പിസോഡും നമുക്ക് കഴിയുന്തോറും അത് നാളെ ഉണ്ടാവും. ശരി ഞായറും 2 ദിവസം ഇല്ല, അല്ലാതെ നമുക്കത് ഉണ്ടാവണം എന്നുള്ളൊരു നല്ലൊരു ആകാംക്ഷ ഉണ്ട്. ഇത്ര ആകാംക്ഷയോട് കൂടി കാണുന്ന വേറെ ഒരു സീരിയലും ഇല്ല കേട്ടോ, അതും വേണമല്ലോ പറയാം. ഓക്കെ, അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട നമ്മളുടെ പവിത്രം കാണുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ രാധാസ് ഹോമിലി കിച്ചൺ, അത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പിന്നെ എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറയുന്ന കഥ, കാരണം വലിയ കഥ പറയണമെന്നില്ല, അറിവില്ല ആളൊന്നുമല്ല, എങ്കിലും ഒരു സീരിയൽ കണ്ടു കഴിഞ്ഞിട്ട് അത് കുറേ പറയുന്നുണ്ട്, കുറേയൊക്കെ ഡയലോഗുകൾ കുറേ വിടുന്നുണ്ട് കേട്ടോ, അതൊന്നും നമ്മളെ കൊണ്ട് പറഞ്ഞെത്തിക്കാൻ പറ്റില്ല, കുറേയൊക്കെ പോകുന്നുണ്ട്, അതുകൊണ്ട് ക്ഷമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി, പിന്നെ അതുപോലെ
ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എല്ലാവർക്കും ശുഭദിനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു താങ്ക്സ് കൂടെ പറഞ്ഞു നിർത്തണം കേട്ടോ. ഓക്കെ.